ഹലോ, ഇന്നൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആയാലോ? സാധാരണ എല്ലാവരും ബസ്മതി റൈസും സ്പ്രിംഗ് ഒനിയനൊക്കെയല്ലേ യൂസ് ചെയ്യുക. ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുട്ടയും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ മുട്ടയൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 2 മുട്ടയെടുത്തു, അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. നമ്മളെ മുട്ടേൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയുള്ള വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. ആദ്യം ഒരു നോൺ സ്റ്റിക്ക് എടുത്തു, അതിലേക്ക് എണ്ണ വെച്ചു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുക. ഇനി ഇത്തിരി കുരുമുളക് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഒന്ന് ഇത്തിരി വെന്തൂന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും കൂടി ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. നമ്മളെ വെജിറ്റബിൾ സെക്ഷനും റെഡിയായി. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ അത് നൈസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഈ മിക്സ് റൈസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ചേർത്താലും മതി. അപ്പോൾ ഇതാ ഞാൻ റൈസ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ജീരകശാലേൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വേറെ സൈഡിൽ നിന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം അതൊന്ന് ചോപ്പും ചെയ്ത് വെച്ചു. ഗീ റൈസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ മസാല, അതായത് വെജിറ്റബിൾസ്, എഗ്, ചിക്കൻ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുതായി അരിഞ്ഞതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില ഇടുക. ഇനി ഇതിലേക്ക് ഇത്തിരി സോയാ സോസ് ആഡ് ചെയ്യുക. ഒരു 2 to 3 ടേബിൾ സ്പൂൺ വേണ്ടി വരും കേട്ടോ സോയാ സോസ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ റൈസിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയ മിക്സഡ് ഫ്രൈഡ് റൈസ്. ഇതിൽ ബസുമതി റൈസും വേണ്ട, സ്പ്രിംഗ് ഒനിയനും വേണ്ട, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമല്ലോ. അതും ചില്ലറ ഫ്രൈഡ് റൈസ് ഒന്നുമല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.